ഇനി വരുന്ന PSC എക്സാമുകൾക്ക് തീർച്ചയായിട്ടും 1 മാർക്ക് നമുക്ക് നേടിത്തരാവുന്ന ചോദ്യങ്ങളാണ് ഇമാജിനറി സംഖ്യയും സബ്സെറ്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. ഇവ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. I ഒരു ഇമാജിനറി സംഖ്യ ആയാൽ i⁻18ന്റെ വില എന്ത്? I ഒരു ഇമാജിനറി സംഖ്യ ആയാൽ i⁻18ന്റെ വില എന്ത്? ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. i⁻0 = 1, i⁻1 = i, i⁻2 i² = -1, i³ = -i. ഇത്രയും പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് ഈ ചോദ്യം ചെയ്യാവുന്നതാണ്. ഇനി i⁻18ന്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവറായിട്ട് വരുന്ന സംഖ്യയുടെ അവസാനത്തെ രണ്ടക്കം, പവറിന്റെ അവസാനത്തെ രണ്ടക്കം, ഇവിടെ രണ്ടക്കം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 18നെ ഈ അക്കത്തെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 18 എന്നുള്ള പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം, ഈ ശിഷ്ടത്തെ ഈ ഐയുടെ പവറായിട്ട് നമ്മൾ എഴുതുകയാണ്. i² എന്നാവും. i⁻18 എന്നുള്ളത് i² എന്നാവുന്നു. i² വില നമ്മൾ പഠിച്ചു, -1, i² = -1. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് -1. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചോദ്യം കൂടെ ചെയ്യാം. i ഒരു ഇമാജിനറി സംഖ്യയായാൽ i⁻43യുടെ വില എന്ത്? i⁻43യുടെ വില എന്ത്? എന്താ ചെയ്യേണ്ടത്? 43യെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ശിഷ്ടം 3 കിട്ടുന്നു. 3നെ ഐയുടെ 43ക്ക് പകരം ഈ ശിഷ്ടത്തിനെ നമ്മൾ പവറാക്കി മാറ്റുന്നു. i³ എത്രയാണ്? -i. ആൻസർ ഈസ് -i. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എ എന്ന സെറ്റിൽ 6 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്ര? സബ്സെറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ എന്ന സെറ്റിൽ 6 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്ര? സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് 2n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെറ്റ് ആണ്. 2n ആണ് സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ n എത്രയാണ്? 6 ആണ്. അപ്പോൾ 2n എന്നുള്ളതിന് പകരം 6 ഇട്ട് കൊടുക്കുന്നു. 2⁶ എത്രയാണ്? നമുക്കറിയാം, 64. സോ ആൻസർ 64. ഒരു ചോദ്യം കൂടി നോക്കാം. എ എന്ന സെറ്റിൽ 8 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്ര? അപ്പൊ ഇവിടെ 2n എന്നുള്ളതിന് പകരം എത്ര കൊടുക്കാം? 2⁸. ആൻസർ എത്രയാണ്? 256. 8 അംഗങ്ങളുള്ള എ എന്ന സെറ്റിലെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? 256. തീർച്ചയായിട്ടും 1 മാർക്ക് നമുക്ക് കിട്ടാവുന്ന ചോദ്യമാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.